Hi, welcome to Nia Hannah's Adventures, and it's day 2 or day 1. Day 1. Yeah, Yesterday day reached, but today day 1. Yeah, it's day Today- 1. Both of them cut the hair. Yeah, we got our haircut. Ta-da! Me also. we did a butterfly haircut. Me and mommy and my sister. Yeah, but and dad looks like Mama's looks like she did a Korean dance. Yes. Yay! And we are going out for a walk. Just to walk. For buying for chappals. Yeah, chapels. So we can get home because we don't have any slippers. We don't have any slippers. Yeah, we only have shoes. ആക്ച്വലി പുറത്ത് അത്ര തണുപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നലെ ഇവർ വരുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിയ It's a bit cold, just a bit. പക്ഷെ ഇനി രണ്ടും കൽപ്പിച്ചിട്ടാണ് ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. It's like a medium. It's a medium cold. Yes. It's like a medium cold, a medium hot. It's just like that. Not really cold. Not really cold. It's just medium. നമ്മള് I wear it shorts. It's a bit cold. എങ്ങോട്ടാ പോണേ? അങ്ങോട്ട് പോയില്ല അങ്ങ് ദൂരെ പോയില്ല. There's a lot of cars and bikes. There's a lot of cars and bikes. ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പല ടൈപ്പിലുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകളും എല്ലാം ഉണ്ട്. റെയ്മണ്ടിൻ്റെ ഷോപ്പ്, വെസ്റ്റ് റൈഡേഴ്സ്, ട്രെൻഡ്സ്, അങ്ങനെ എല്ലാത്തിൻ്റെ സ്റ്റുഡിയോ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം എന്ന് വെക്കുന്നത് എല്ലാ ആക്സസറീസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. വീടിനോട് പുറത്തോട്ട് ഇറങ്ങുമ്പം തന്നെ ഇതിന് കുറച്ച് മുമ്പായിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം തന്നെ ആ സ്റ്റാർട്ടിങ് മുതൽക്ക് തന്നെ പല ടൈപ്പിലുള്ള ഫുഡ് കോർട്ടുകളുണ്ട്. അതായത് ഷവർമ കിട്ടും, നമുക്ക് ബ്രോസ്റ്റ് എല്ലാം കിട്ടും. പിന്നെ ഇതൊരു ലിക്കർ ഷോപ്പാണ്. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും. ഞാൻ കാണുന്ന സമയത്ത് എല്ലാം തിരക്കാണ്. കാരണം ഞങ്ങൾ വാക്കിങ്ങിന് ഈ സൈഡ് വഴിയാണ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ മേലോട്ടുള്ള റോഡ്, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സംബന്ധിച്ച് വീടിൻ്റെ താഴോട്ട് പോകുന്ന റോഡാണ്. അപ്പം പ്രോബബ്ലി എപ്പോഴും ഞങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ വഴി തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴും തിരക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഈ നടത്തത്തിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ലക്കാണോ ബൈ ചാൻസ് ആണോ, അവൻ്റെ ഒരു ഇതാണോ ബാഡ് ലക്കാണോ എന്നറിയില്ല. ഒരു കസിൻ ചെറുക്കനെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ അവനോടെല്ലാം സംസാരിച്ചു. അങ്ങനെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്തു. കണ്ടോ, കുറേ ഫുഡ് സ്റ്റോളുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കന്നഡ പീപ്പിൾ മാത്രമല്ല, അതായത് ഇവിടുത്തെ ആൾക്കാർ മാത്രമല്ല, ബാംഗ്ലൂരിൽ പല സ്ഥലത്തു നിന്നുള്ള പല ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ ലൊക്കേറ്റ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സിറ്റി ഒരു ഭയങ്കര ബിസി സിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം. കാരണം ഇവിടെ എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് തിങ്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും ആരുടെ കാര്യവും ശ്രദ്ധിക്കുമോ, അല്ലെങ്കിൽ ഇന്ന ആൾ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ആൾ എന്ത് ഡ്രസ്സ് ധരിച്ചേക്കുന്നത് അങ്ങനത്തെ ഒരു ഫീലില്ല. നിനക്ക് എങ്ങനെ വേണോ അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാം, എങ്ങനെ വേണോ ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല വേയിലെടുക്കാം. നല്ല രീതിയിലും എടുക്കാം, ബാഡ് രീതിയിലും എടുക്കാം. അങ്ങനെ ഞങ്ങൾ ആംബറിൻ്റെ ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്, മെഗാസ്റ്റാർ ഷോപ്പിൽ. ഇതിനു മുമ്പ് ഒരു വട്ടം ഞങ്ങളിവിടെ വന്നപ്പോഴും ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നിട്ടായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഞാനിപ്പം ഒരു ഓൾമോസ്റ്റ് 3 years കഴിഞ്ഞു ഞാൻ ബാംഗ്ലൂർക്ക് വന്നിട്ട്. അപ്പോൾ കയറുന്ന സൈഡിൽ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് പല വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ട്. നമ്മൾ സ്നോയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും സ്നോയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടാനായിരിക്കും വൈറ്റിൻ്റെ ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ടായിരുന്നു. അനുമോൾക്ക് ഈ ഗ്ലിറ്റർ ടൈപ്പുള്ള ക്രിസ്മസ് ട്രീ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ.
അപ്പ ഓക്കെ. ഇത് ടൈമുണ്ട്. ഏതാ ഓർക്കുന്നുണ്ടോ? നീക്ക് വേണോന്ന് പറഞ്ഞു ഞാൻ മേടിച്ചിട്ട് നീയാ കഴിച്ചു കൊടുക്ക. ഓഫ് ചെയ്തേ? ഇല്ല, ഇത് ക്രിസ്മസിന്റെ തന്നെ സ്റ്റോർ ഇവരിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ക്രിസ്മസ്. 1 minute. ഹന്ന ഇത് കണ്ടോ ഹന്ന? ക്രിസ്മസിന്റെ തന്നെ കുറെ കളക്ഷൻസ്, കുറെ സെറ്റിങ്സ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത്രയും ചെറിയ സാധനത്തിന് എത്രയാണെന്നറിയാവോ? 1006 ആട്ടോ ഗായ്സ്. ഭയങ്കര ക്യൂട്ടാണ്. ഇതിവിടെ കുറെ ബോൾസ്, ഡെക്കറേഷൻ ഐറ്റംസ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കയറിയത് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം മേടിക്കാനുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 years ബാക്കിന് ശേഷമാണ് ഇവിടെ വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇതിന് വീടിന് തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ കയറി വെച്ചിട്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇന്നലെ മേടിച്ചിട്ടുണ്ടായത്. പക്ഷേ അവിടെ എല്ലാം ഒരു ഭയങ്കര റേറ്റ് കൂടുതലുള്ളത് പോലൊരു ഫീൽ ചെയ്തു. ഇനി അറിയില്ല ഇനി അതാണോ റേറ്റ് എന്നൊന്നും അറിയില്ല. പിന്നെ വെജിറ്റബിൾസ് മാത്രമാണ് നൈറ്റ് കഴിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെജിറ്റബിൾസ് കൂടുതൽ എടുക്കാനും കൂടി അയച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്താ, അന്നമോൾ ഓരോന്നിങ്ങനെ പെറുക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ബ്രൊക്കോളി എല്ലാം മേടിച്ചു. അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഫ്രൂട്ട്സും അനാറും പിന്നെ ഒരു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ പേര് വന്നു, ഗുവയൊക്കെ മേടിച്ചു. പക്ഷെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുറേ തിക്കും തിരക്കും. പിന്നെ എന്താ പറയുക, നമ്മുടെ ആൾക്കാരെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ, അതൊരു സുഖം തന്നെയാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം മീൻസ് അവിടുത്തെ ഒരു ഇതിനെ കുറിച്ച് എൻ്റെ മൈൻഡിലേ വന്നിട്ടുണ്ടാവില്ല, സ്റ്റിൽ വന്നിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും എന്തിനെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ മാത്രമാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ. അല്ലെങ്കിൽ എല്ലാവർക്കും ഞാൻ തോന്നുന്നു വെക്കേഷനൊക്കെ നാട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ലൈഫ്, നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ ലൈഫ് നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം നമ്മൾ അത്രയും എന്താ പറയുക, ഇങ്ങനെ ഒരു എൻജോയ് ചെയ്ത് ജീവിച്ചവർക്ക് പെട്ടെന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങളെന്ന് പറയുന്നത് വൈകുന്നേരം കാരണം ചുമ്മാ ഒന്ന് ബോർഡിനേക്കും പുറത്തൊക്കെ ഇറങ്ങി വെച്ചിട്ട് അല്ലെങ്കിൽ ചുമ്മാ ഒരു വോക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അതായത് ബാംഗ്ലൂർ ആകുമ്പോഴത്തേക്കും പൊതുവെ വൈകുന്നേരം നല്ല ഒരു തണുപ്പായിരിക്കും. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്, പക്ഷേ തണുപ്പായിരിക്കും. ഇത് രമിയുടെ എന്താ പറയുക, രമിക്ക് അവിടെ നിന്ന് സൗദിയിൽ നിന്നേ പറയായിരുന്നു നമ്മുടെ കാന്താരി മുളക് വേണമെന്ന്. ഈ കാന്താരി മുളക് ആ ബോക്സിൽ കണ്ടില്ലേ, അതിന് എത്രയാണെന്നറിയോ ഗൈസ്? 575 റുപ്പീസാണ്. നമ്മുടെ കാന്താരിക്കൊക്കെ ഇത്രയും വിലയുണ്ടോയെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കി. കാരണം നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ബാംഗ്ലൂർക്ക് വരുമ്പോൾ അവർ ഞങ്ങളിങ്ങനെ കാന്താരി കൊണ്ടുവരും. കാരണം കാന്താരി മുളക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ എല്ലാവരുടെ പറമ്പിലും എല്ലാവരുടെ അടുത്തും കാണും. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ എല്ലാ കറിക്കും എല്ലാത്തിനും കറിവേപ്പില യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ നമ്മൾ സൗദിയിൽ, അതായത് ഞങ്ങളുടെ അല്യത്തിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും കറിവേപ്പിലയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമം നേരിട്ടപ്പോൾ നമ്മൾ കറിവേപ്പിലെന്നെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ കിട്ടാറില്ല, റെയറായിട്ട് കിട്ടാറുള്ളൂ. ചിലപ്പോൾ നമ്മളിങ്ങനെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ഓൾറെഡി സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയും. പിന്നെ വീണ്ടും വെയിറ്റ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ കയറിപ്പോവും. പിന്നെ അവിടെ നിന്നൊക്കെ ആയിരിക്കും മേടിക്കുക.
പക്ഷെ നമ്മുടെ ഇവിടേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക നല്ല ആക്സസിബിൾ ആണ്. നമുക്ക് എപ്പോഴെങ്കിലും പോയി വെച്ചിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിലും ഓടിപ്പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു ഇതുണ്ട്. അപ്പോൾ കുക്കുംബർ 4 or 5. അങ്ങ് ലാസ്റ്റ് 4 or 5 എടുത്തോ ഞാൻ. മേടിച്ചോടാ. Yo, we don't have to try it. We have to put some stuff in here. We have to put it in individual bags. Alright. Now it's my turn to cook. She's like pretending she knows everything. അപ്പ അത് വേണ്ടപ്പാ. ഇതേ കിടക്കും. ഇതല്ലേ നമ്മുടെ നീയ ഇംഗ്ലീഷ് കുക്കുംബർ 59. എന്നാൽ അത് എടുത്താൽ മതി. ഇവിടെ ഇത് ഈ കുക്കുംബറിന് 59 per kg കേട്ടോ. Nothing. Mom, can you എൻ്റെ ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യം ചെയ്തു. അല്ലേ റിമി? This is the story which is in our class. Really? Yes. Yes, I'm going to die. ഇനിയൊരു ബുക്ക് സ്റ്റോളിൽ പോകാനുണ്ടല്ലേ നമുക്ക്. സോറി. That's so sharp. ഇതിലേതെങ്കിലും ഒന്ന് മേടിച്ചിട്ട് അമ്മയിലേക്ക് അപ്പടയിൽ കൊടുത്തുട്ടാലോ. This looks cute. This one Small. or unicorn. You can buy her a unicorn because she likes unicorns. ഇത് ആമിക്ക് എനിക്ക് ട്രാവൽ സൈസ് മതി. അത് കവർ ഉള്ളതുണ്ട് നൈസ് ആയിട്ടുള്ളത്. അവിടെ ഓപ്പൺ ചെയ്യാതെ എനിക്ക് ട്രാവൽ സൈസ് മതി. അപ്പൊ ഞങ്ങൾ പോവാൻ നിന്ന ഞങ്ങളെ കൊണ്ട് ഹന്ന വീണ്ടും ഇങ്ങോട്ട് വരുത്തിപ്പിച്ചു. ഡോൾ എന്തായിരുന്നാലും മേടിക്കില്ല എന്ന് വിചാരിച്ചു. Beautiful. I can see. I said you take me something like that. You take it. അന്നാ ചെറുതില്ലേ കഴിഞ്ഞ പ്രാവശ്യം What? Should I take this or this? This or which? This or this? Which one do you like most? Please you choose because I can't choose. Oh, I'm not choosing. You saw. See? എനിക്ക് തോന്നുന്നു ഈ കടയല്ലായിരുന്നു നമ്മൾ അന്ന് വന്നതെന്ന് തോന്നുന്നു അല്ലേ ഹന്ന? അന്ന് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അല്ല ഇത് തന്നെയാ. Yay! നടക്കുമ്പോഴുള്ള എണ്ണ അത് ഫ്രീ ആവുള്ളൂ. കറക്റ്റ് അല്ലേ? ആക്ച്വലി നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ കടയിൽ വന്നതും ഈ വൈകുന്നേരം നടക്കാൻ വേണ്ടി വന്നു. പക്ഷെ ചെരുപ്പിന് പകരം നമ്മൾ കുറേ സാധനങ്ങൾ skipping. This one for skipping. You know how to skip? Yeah, but I can. I know you want books. Books നമുക്ക് മേടിക്കാം.
Which one, Dagny? We'll just Sophia. see Sophia. There's a movie of hers. Really? Yes. Jasmine. മഹാഭാരത രാമായണം ഒക്കെ ഉണ്ട് കേട്ടോ. Ooh. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ മേടിച്ചു കൊടുക്കും. What's this box? No, this one. It's look like a gift. Yes. It's not a gift. നിയ ഹന്ന, ഇത് വേണോ? പാഡാ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഒന്ന് മേടിച്ച ഒന്ന് ഫ്രീ ആയിരുന്നു അവിടെ. യെസ്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. ഓ, ഇവിടെ നിന്നാണല്ലോ നമ്മൾ പോയത്. No. This one? No, I don't want it. Oh my god. ഏതാ സ്നാക്സ് മേടിക്കുന്നേ? സീറ്റല്ലല്ലോ, സീറ്റല്ലല്ലോ, ഉപ്പല്ലേ? ഒരു പീസ് ഉണ്ടോ? ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. ഇറ്റ്സ് വെരി ടേസ്റ്റി. നോ, എനിക്ക് കഴിച്ചൂടാ, കാരണം ഞാൻ ഡയറ്റിങ്. അവള് തരുന്നത് ഞാൻ കഴിച്ചില്ലെങ്കിൽ നീ തരുന്നത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അവളും ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം പറ? If I force you, then you will be happy. നോ. ഇതല്ലേ? അല്ല, പീനട്ട് ഇതല്ല കേട്ടോ. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ ദൂരെ എന്നാലേ കാണുന്നുള്ളൂ. It's like this. What? Yeah. No, it's not. അയ്യോ, ആക്ച്വലി വന്ന സാധനം എവിടെന്നാ മേടിക്കുക? അത് അവിടെ സ്റ്റോറുണ്ട്, നീ നോക്കി അവിടെ. എവിടെ? തന്നെ ഇതിന്റെ ഉള്ളിലോ? ഇതിന്റെ ഉള്ളില് കയറി വന്ന അവിടെ. ബാനിയ ഹന. ബാസ്ക്കറ്റ് ആ സൈഡില് ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഇത് കാണുമ്പോ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആ, നമുക്ക് ഇതിന് വാട്ടർ ആ ഇത് വെറും 2700 സംതിങ്ങേ ഉള്ളൂ. ആ, നല്ല ഭംഗി. നോക്ക് ബാക്കിലെത്ത്. Did you love it? Yeah, I like it. Oh, so the water comes from here. ആ, And then this goes like this. ഈ ചെരുപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൻ വേഗം വെക്കൂ. ആക്ച്വലി ഞങ്ങൾ ഈ കടയിൽ വന്നത് തന്നെ ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ വേണ്ടേ? But I don't want crops. Ask your wish. Socks. Papa, skating shoes. സ്കേറ്റിംഗ് ഷൂ ഒന്നും ഇവിടുന്ന് വേണ്ട. അപ്പ പോയിട്ട് വന്നിട്ട് നീ ഓൾസോ. അച്ഛനൊരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞായിരുന്നേ. അച്ഛന്റെ സൈസ് കറക്റ്റില്ല, 8 ഇഞ്ചാന്ന് തോന്നുന്നു. Appa, ഇതിന്റെ size ഇല്ല. ഇട്ട് നോക്കി. ഈ സൈഡ് ഉണ്ടടി അന്നെ, ഈ സൈഡ് വാ. കളറാണ് അത് നോക്കാം. Papa. Wait. സൗദിക്ക് പോകുമ്പോ കുറെ ചട്ടി മേടിച്ചോളൂ. എത്രയാണ്? 450 രൂപ. പ്ലീസ് ഡു നോട്ട് ടച്ച് വിത്തൗട്ട് പെർമിഷൻ. വൺസ് ഇറ്റ്സ് ഡാമേജ് കൺസേൺസ്. ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മേടിച്ചിട്ട് പോവാം. എന്നിട്ട് ചോറ് ഇതിൽ വെക്കാറുണ്ട്. ഇത് വെള്ളത്തിൻ്റെ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ അത് കണ്ടോ നീയാ? Yes. അതിൽ വെള്ളം ഒഴിച്ചു വെക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ വാട്ടർ വെക്കണ്ട, അതിൽ വെക്കുമ്പം അത്രയ്ക്ക് തണുപ്പിട്ടായിരിക്കും.
Okay. Now give me. I know you want to go which place. Yes, we will move. Balloon. It's not anybody's birthday. Wow, I like it this one. No flowers. It's beautiful, but there's clock. There's clock. Hanna, you want this one? ഇത് ചിലരുടെ വീടിന്റെ ഫ്രണ്ടില് ഹിന്ദുസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ വന്നപ്പോ അവിടെ എങ്ങനെ ഇതിട്ടേക്കണേ? This looks so weird. ഫിക്സ് ചെയ്തോ അപ്പൊ അവര്? അയ്യോ അത് വലുതാ. ചെറുതെടുക്കുക. അതിലും അമ്മയ്ക്ക് പറ്റിയതാണ് 7 സൈസ്. അത് അമ്മയ്ക്ക് പറ്റിയ. പക്ഷെ ഞാൻ ആ കളർ എടുക്കില്ല. 7 സൈസ് ഈ കളർ എടുത്തു. എനിക്കോ കളർ വേണ്ട. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഏതാ? ഓക്കെ, അത് നിന്റെ കറക്റ്റ് ആണോ? അന്നയുടെ എല്ലാം വലുതാണല്ലോ. ഹനോ അന്ന ഇപ്പുറത്ത് വാ. ഇത് 5. അന്ന ഇപ്പുറത്ത് വാ മോളൂ. കുറച്ച് സൈസാണോ? കംഫർട്ടബിൾ അല്ലെങ്കിൽ ഉണ്ടോ? ഹന്ന ഇങ്ങോട്ട് വാ. ഹാൻ പക്ഷെ ഇവിടെ ചെറുതില്ല വാവേ. അവിടെ തന്നെ എടുത്തോ. ഇത് 3 ആണ് സൈസ്. രമിക്ക് വേണോ? രമി രാം ഇല്ലേ? 3. രമിക്ക് വേണോ? എനിക്ക് വേണ്ട, നിന്റെ ഉണ്ടല്ലോ എടുത്തു. എന്നാ രമിക്കും എനിക്കുമായിട്ട് ഞാൻ ഇതെടുക്കാം, ലൂണറിന്റെ. രമിയെ ഇതിന്റെ സൈസ് നമ്പർ 8 ഇല്ല. അച്ഛനൊരു ചപ്പല് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാന് 10 കണ്ടു. പക്ഷെ അച്ഛന്റെ സൈസ് 8 ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഇതിന്റെ സൈസ് ഇതെല്ലാം ഭയങ്കര വലുതാന്ന് തോന്നുന്നു. അതന്നെ പറഞ്ഞ എന്റെ കളർ 2 എടുക്കുന്നു. കറക്റ്റ് ആണോ? ഓക്കെ ആണല്ലോ. അച്ഛന് പറ്റിയ സ്ലിപ്പറൊന്നും ഞാൻ കാണുന്നില്ല. 8 അല്ലേ? 8 ആണോ? 8 ആണെന്നാണ് എന്റെ വിശ്വാസം. ഇത് 10 ആണ്. അത് ഭയങ്കര വലുതും. നീ വിളിച്ചു നോക്കിയത് എത്ര സൈസ് ഉണ്ട്? നീ ഇതിട്ട് നിന്റെ ഒരു ഷൂ ഊരിട്ട് ഒരാൾ ഷൂ ഊരിട്ട് പിന്നെ നിന്റെ അപ്പന്റെ കണക്കോ അത് തെറ്റണമെങ്കിൽ ഒന്നും കൂടെ. ഞാൻ ആക്ച്വലി രാവിലെ ആ കടയിൽ പോയപ്പോൾ ആദ്യം കണ്ട സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ കുറേ സാധനം എനിക്ക് വേണ്ട ചിയ സീഡ്സും പംകിൻ സീഡ്സും എല്ലാം ഞാൻ മേടിച്ചായിരുന്നു. ഇവിടെ എന്താ റോസ്മേരിയുടെയോ മിന്റിന്റെ ഇതുണ്ട് കേട്ടോ. നിയ പാസ്ത, സ്നാപ്പിൻ പാസ്ത. നിയ ഇത് നീട്ടാ കഴിക്കുവോ? നീ ഇത് കഴിക്കുവോ? നീ പാസ്തയിലിട്ടാല്? നോ നോ നെവർ. അത് ഞാൻ പിസയിലായിരുന്നു ഇട്ടത്. ചിയ സീഡ്സ് ആണോ? ഞാൻ മേടിച്ചു. സൺഫ്ലവർ സീഡ്സ്. We don't have any sunflower, Mama. 65. It is not. It is seeds. Just seeds. Fly
See, it says here, buy one get one free. Where? Really? See, Okay, buy one get one free. Ginger and garlic paste. That is buy one get one free. I think it's not this one. buy one get one. Ah, it's here. No, get one free. Pumpkin seeds, flax seed ഞാൻ ഓൾറെഡി മേടിച്ചത്. Buy one get one free. Bah. Which stationery you want to do? Any stationery says silicone. Wow, ഇത് നോക്കിക്കേ. ഏതാ ഇഷ്ടപ്പെട്ടെ? I like this one most. So cute. Oh, it has real hair. എനിക്ക് ഈ പെണ്ണിന് എന്തോ ഇഷ്ടപ്പെട്ടു. You know, ദിസ് വൺ. that looks like an angel. This one is an angel. I don't know, it's a rabbit. ഗിഫ്റ്റ് ഐറ്റംസിന് കൊടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അല്ലേ? For adults. See, already they are mentioned here. Please do not touch without a permission. Once it's damaged, consider it solved. So, നമ്മൾ ഡാമേജ് ആക്കുകയാണെങ്കിൽ That would be terrifying. അപ്പോൾ ഞങ്ങളുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഹോം ടൂറ് ഞാൻ വേറൊരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.